തെരഞ്ഞെടുപ്പ് അവലോകനത്തിൽ ഇനി ബാക്കിയുള്ളത് രണ്ട് മണ്ഡലങ്ങളാണ്. ഒന്ന് കണ്ണൂർ, മറ്റത് കാസർഗോഡ്. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ കണ്ണൂർ എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് CPM എന്ന രാഷ്ട്രീയ പാർട്ടിയും അതിൻ്റെ വീരശൂര പരാക്രമികളായിട്ടുള്ള നേതാക്കന്മാരുമാണ്. അത് AK ഗോപാലനുണ്ട്, AV കുഞ്ഞമ്പുണ്ട്, VV കുഞ്ഞമ്പുണ്ട്, EK നായനാരുണ്ട്, MV രാഘവൻ ഉണ്ടായിരുന്നു, പിണറായി വിജയനുണ്ട്, കോടിയേരി ബാലകൃഷ്ണൻ, EP ജയരാജൻ, MV ജയരാജൻ, P ജയരാജൻ, MV ഗോവിന്ദൻ, PK ശ്രീമതി, ഇങ്ങനെ നിരവധി അനവധി നേതാക്കന്മാരുടെ മുഖങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കയറി വരും. എന്നാൽ കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ അത്ര വലിയ ശക്തി CPMനില്ല. CPMൻ്റെ ശക്തി കേന്ദ്രമാണ്. പക്ഷേ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ഘടന അനുസരിച്ച് ഇതിൽ ഗണ്യമായൊരു ഭാഗം കോൺഗ്രസിനും മുസ്ലിം ലീഗിനും വലിയ പ്രാമുഖ്യമുള്ളവയാണ്. കണ്ണൂർ നഗരമണ്ഡലം, അതുപോലെ പേരാവൂർ, ഇരിക്കൂർ എന്നൊക്കെ പറഞ്ഞ കുടിയേറ്റ മേഖല, അവിടെയൊക്കെ കോൺഗ്രസ് വളരെ ശക്തമാണ്. ആ കോൺഗ്രസ്സുകാർ കൃത്യമായിട്ട് രാവിലെ 8 മണിക്ക് തന്നെ വന്ന് വോട്ട് മറന്നു പോകാതെ ചെയ്യുന്നവരുമാണ്. അപ്പോൾ ആ പ്രദേശത്തു നിന്നുള്ള വോട്ട് കൊണ്ടാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അവിടെ 5 തവണ വിജയിച്ചത്. പിന്നീട് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിന്നീട് 2 തവണ K സുധാകരൻ ജയിച്ചതും അങ്ങനെ തന്നെയാണ്. ഒരു തവണ ഇടയ്ക്ക് ശ്രീമതി ടീച്ചർ ഒരു ആശ്വാസ വിജയം നേടി. പക്ഷേ കഴിഞ്ഞ തവണ സുധാകരൻ വിജയിക്കുകയാണ് ചെയ്തത്. സുധാകരനെ വിജയിപ്പിച്ച ഒരു ഘടകമെന്ന് പറയുന്നത് CPMൽ തന്നെ ഒരുമാതിരി ഈ നേതൃത്വത്തോട് എതിർപ്പുള്ള വിഭാഗമുണ്ട്. അവർ വോട്ട് മാറ്റി ചെയ്തു. പാർട്ടിക്ക് വേണ്ടി കള്ള വോട്ട് ചെയ്യാൻ പോയ സഖാക്കൾ വരെ വോട്ട് മാറ്റി ചെയ്തു. അങ്ങനെ ഒരു വോട്ടിൻ്റെ സ്ഥാനത്ത് 2 വോട്ട് K സുധാകരൻ കിട്ടുന്ന അവസ്ഥയുണ്ടായി. കള്ളവോട്ട് തടഞ്ഞിരുന്നെങ്കിൽ സുധാകരൻ ഒരുപക്ഷെ തോറ്റുപോയേനെ. കാരണം ഈ കള്ളവോട്ടുകാരായ സഖാക്കളുടെ ഒരു വോട്ട് മാത്രം കിട്ടിയിരുന്നെങ്കിൽ അതേ ജയിക്കില്ല. 2 വോട്ടും കിട്ടിയതുകൊണ്ട് സുധാകരന് വിജയിക്കാൻ കഴിയും. ഇത്തവണ സുധാകരൻ മത്സരരംഗത്തില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് പകരം ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണം, എന്നാൽ മാത്രമേ കോൺഗ്രസിന് ആ സീറ്റ് നിലനിർത്താൻ കഴിയുള്ളൂ. കാരണം അത്രയും തലയെടുപ്പുള്ള ഒരു നേതാവിന് മാത്രമേ ഈ മാറ്റി ചെയ്യുന്ന മാർസി ചേരാണെങ്കിൽ പോലും വോട്ട് ചെയ്യുകയുള്ളൂ. CPMനെ സംബന്ധിച്ചിടത്തോളം ശക്തരായ ഒരുപാട് സ്ഥാനാർത്ഥികൾ അവരുടെ കയ്യിലുണ്ട്. ആരെ വേണമെങ്കിലും പരീക്ഷിക്കാം. ശക്തമായി പറഞ്ഞു കേൾക്കുന്ന ഒരു പേര് മുൻ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറിനെയാണ്. ശൈലജ ടീച്ചറെ പാർലമെൻറ്റ് മെമ്പറാക്കി ഡൽഹിക്ക് വിട്ടാൽ പിണറായി വിജയൻ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്ന സമയത്ത് മരുമോന് പ്രത്യേകിച്ച് ഒരു തടസ്സമില്ലാതെ മറ്റ് വെല്ലുവിളികളൊന്നും ഇല്ലാതെ കേരള മുഖ്യമന്ത്രിയായിട്ട് പ്രൊമോഷൻ മേടിക്കാം എന്നുള്ളതാണ് അതിൻ്റെ ലോജിക്ക്. മറ്റ് പല പേരുകളും കേൾക്കുന്നുണ്ട്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുന്ന ഒരു ധീര സഖാവുണ്ട്, PP ദിവ്യ, അവരുടെ പേര് കേൾക്കുന്നുണ്ട്. മറ്റ് ഭൈമിക അമ്മമാർക്ക് യാതൊരു ക്ഷാമവുമില്ല. പക്ഷേ കണ്ണൂരെ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കണ്ടായിട്ടിരിക്കും. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയും വ്യക്തമല്ല. K സുധാകരൻ ഇത്തവണ മത്സരിക്കില്ല എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ്. KPCC പ്രസിഡൻ്റാണ്. പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതിലുപരി സുധാകരേട്ടനെ നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിച്ച് കേരള മുഖ്യമന്ത്രിയാകാനാണ് താല്പര്യം എന്ന് അദ്ദേഹത്തിൻ്റെ ആരാധകർ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് സുധാകരൻ ഉണ്ടാവില്ല. സുധാകരന് പകരം ആര് എന്നുള്ള വലിയ ചോദ്യമാണ്. അതേപോലെ തൻ്റെ ഇടവോ തലയെടുപ്പോ താൻ പോരുമയുള്ള വേറൊരു നേതാവും മലബാർ ഭാഗത്ത് ഇപ്പോഴില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ 2 പുതുമുഖ സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള മത്സരം കണ്ണൂർ ഉറപ്പാണ്. ആര് ജയിക്കും എന്നുള്ള കാര്യം നമുക്ക് വോട്ടെണ്ണി കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. BJP ഒരു പ്രബല രാഷ്ട്രീയ ശക്തിയല്ല കണ്ണൂർ. കണ്ണൂർ മണ്ഡലത്തിൻ്റെ പല ഭാഗത്തും RSS ഉണ്ട്, BJP ഉണ്ട്. എങ്കിലും ഒരു രാഷ്ട്രീയ ശക്തി എന്ന രീതിയിലേക്ക് BJPക്ക് ഉയർന്നു വരാൻ പറ്റാത്ത ഒരു മണ്ഡലം കൂടിയാണ് കണ്ണൂർ. കണ്ണൂർ കഴിഞ്ഞാൽ പിന്നെ അവശേഷിക്കുന്ന ഒരേ ഒരു മണ്ഡലം എന്ന് പറയുന്നത് കാസർഗോഡാണ്. നമ്മൾ അത്യുത്തര കേരളം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന മഞ്ചേശ്വരവും കാസർഗോഡും. കാസർഗോഡ് ജില്ലയിലെ മറ്റ് 3 മണ്ഡലങ്ങൾ, കണ്ണൂർ ജില്ലയിലെ 2 മണ്ഡലങ്ങൾ, അങ്ങനെ 7 മണ്ഡലങ്ങൾ ചേർന്നാണ് കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലം. കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലം ഉണ്ടായ കാലം മുതൽക്ക് CPMൻ്റെ ഒരു കേന്ദ്രമാണ്. സഖാവ് AKG അവിടുന്ന് പലതവണ ജയിച്ചിട്ടുണ്ട്. 1971 AKG ജയസാധ്യത കുറവായതുകൊണ്ട് കാസർഗോഡ് നിന്ന് പാലക്കാട്ടേക്ക് മാറി എന്നുള്ളതാണ് ചരിത്രം. AKGയുടെ തീരുമാനം വളരെ ശരിയായിരുന്നു എന്നുള്ള തെരഞ്ഞെടുപ്പ് ഫലം തെളിയിച്ചു. AKG മാറിയതിന് ശേഷം അവിടെ EK നായനാരാണ് മത്സരിച്ചത്. നായനാർ തോറ്റു. നായനാർ തോൽപ്പിച്ചത് ഇപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് വകുപ്പൊന്നുമില്ലാതെ ഭരിക്കുന്ന പ്രിയങ്കരനായ കടന്നപ്പള്ളി രാമചന്ദ്രനാണ്. കടന്നപ്പള്ളി രാമചന്ദ്രൻ്റെ ജീവചരിത്രക്കുറിപ്പിൽ ഒരു സ്ഥലത്തും അദ്ദേഹം നായനാരെ തോൽപ്പിച്ചു എന്ന് പറയുകയില്ല. കാരണം മാർക്സിസ്റ്റുകാർക്ക് ഈർഷ്യ ഉണ്ടാകേണ്ട എന്ന് കരുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വിനയം കൊണ്ടാണ്. അല്ലെങ്കിൽ EK നായനാരെ മലത്തിയടിച്ച ആളാണ് ഇദ്ദേഹം എന്ന് പറയുമായിരുന്നു. പക്ഷേ മനോരമക്കാരെ അത് മറക്കാതെ എല്ലാ ആളുകളെയും ഇപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കടന്നപ്പള്ളി രാമചന്ദ്രൻ ആദ്യമായിട്ട് പാർലമെൻറ്റിലേക്ക് ജയിച്ചത് സഖാവ് EK നായനാരെ തോൽപ്പിച്ചിട്ടാണ് എന്ന കാര്യം മനോരമയ്ക്ക് അവരുടെ രാഷ്ട്രീയം എന്ന് വിചാരിച്ചാൽ മതി. പക്ഷേ കടന്നപ്പള്ളി വിനയാന്വിതനായതുകൊണ്ട് അത് ഒരിക്കലും പറയുകയില്ല. 77-ലും കടന്നപ്പള്ളി അവിടെ വിജയം ആവർത്തിച്ചു.
80 ആ സീറ്റ് CPM ഏറ്റെടുത്തു. പിന്നീട് രാമണ്ണ റായി ജയിക്കും. CPMൻ്റെ പല നേതാക്കളും അവിടെ മത്സരിക്കുകയും ജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് ഒരു തവണ മാത്രമേ കാസർഗോഡ് സീറ്റ് പോയുള്ളൂ. അത് രാമറായി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചപ്പോഴാണ്. അന്ന് ബാലാനന്ദനോ മറ്റോ ആയിരുന്നു CPM സ്ഥാനാർത്ഥി എന്ന് തോന്നുന്നു. പിന്നീട് തായമ്പത്ത് ഗോവിന്ദനെ നിർത്തിക്കൊണ്ട് CPM സീറ്റ് തിരിച്ചു പിടിച്ചു. അതിനുശേഷം AKജിയുടെ മകളുടെ ഭർത്താവ് സഖാവ് P. കരുണാകരൻ കാസർഗോഡ് സ്ഥാനാർത്ഥിയായി പലതവണ വിജയിച്ചു. 2014 ആയപ്പോഴത്തേക്കും കരുണാകരൻ്റെ പ്രാഭവം വല്ലാതെ മങ്ങി. കരുണാകരൻ ഒരുപാട് പ്രായമായി. പുള്ളി ഈ സ്ഥാനം ഒഴിയണം എന്ന ആവശ്യം പാർട്ടിക്കകത്ത് തന്നെ ശക്തമായിരുന്നു. പാർട്ടിക്കാരിൽ ചെറുതല്ലാത്തൊരു വിഭാഗക്കാർ ഇദ്ദേഹത്തിനെതിരെ വോട്ട് ചെയ്യുകയും ചെയ്തു. അന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് സിദ്ദിഖായിരുന്നു. സിദ്ദിഖ് നല്ലൊരു മത്സരം കാഴ്ചവെച്ചു. വിജയത്തിൻ്റെ വളരെ അടുത്ത് വരെ എത്തി. പക്ഷേ വിജയിക്കാൻ കഴിഞ്ഞില്ല. കാസർഗോഡ് കുലുങ്ങുന്ന കോട്ടയാണ് എന്നുള്ള കാര്യം സിദ്ദിഖ് തെളിയിച്ചു. സിദ്ദിഖ് നിർത്തിയ സ്ഥലത്ത് നിന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ആരംഭിച്ചത്. രാജ്മോഹൻ ഉണ്ണിത്താൻ കൊല്ലം ജില്ലക്കാരനാണ്. പക്ഷേ കേരളത്തിലെമ്പാടും പ്രസിദ്ധനാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഈ ടെലിവിഷൻ ചാനലുകൾ ഓടത്തോളം കാലം നിലനിൽക്കിച്ചു. ലോകത്തെ ഏത് വിഷയത്തെക്കുറിച്ചും മേലുകീഴ് നോക്കാതെ അഭിപ്രായം പറയുന്ന ഒരാളാണ് ഉണ്ണിത്താൻ. അങ്ങനെ ഉണ്ണിത്താൻ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു. വലിയ ഒരു തരംഗം ഉണ്ടായ സമയമാണ്. കേരളത്തിലെ 20-ൽ 19 സീറ്റിലും UDF ജയിക്കുന്ന സാഹചര്യത്തിൽ ഇനി ഉണ്ണിത്താൻ മാത്രമായിട്ട് തോക്കാൻ പറ്റുകയില്ലല്ലോ. അങ്ങനെ ഉണ്ണിത്താനും ജയിച്ചു. ഉണ്ണിത്താൻ ജയിച്ച് MP ആയി. കഴിഞ്ഞ 5 കൊല്ലവും അദ്ദേഹം ആ മണ്ഡലത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോഴും അദ്ദേഹം അവിടെ നിറഞ്ഞ് വിതുമ്പി തുളുമ്പി നിൽക്കുകയാണ്. അപ്പോൾ അതാണ് ഉണ്ണിത്താൻ്റെ ഒരു പ്ലസ് പോയിൻറ്റ്. ഇത്തവണ എങ്ങനെയെങ്കിലും ജയിക്കും എന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. പക്ഷേ CPM ആ സീറ്റ് തിരിച്ചു പിടിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ്. പല പേരുകളും കേൾക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു പേരെന്ന് പറഞ്ഞത് VPP മുസ്തഫയുടെയാണ്. മുസ്തഫ സ്ഥാനാർത്ഥിയാവും എന്ന് കേൾക്കുന്നുണ്ട്. അതല്ലെങ്കിൽ മറ്റ് പേരുകൾ പാർട്ടി ആലോചിക്കും എന്ന് പറയുന്നുണ്ട്. ഏതായാലും രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു തവണ കൂടി മത്സരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മത്സരിച്ചാൽ അദ്ദേഹം ജയിക്കുമോ ഇല്ലെന്നുള്ള കാര്യം നമുക്കാർക്കും പ്രവചിക്കാൻ പറ്റിയില്ല. കാരണം അതൊരു വലിയ ഇടതുപക്ഷ സ്വഭാവമുള്ള മണ്ഡലമാണ്. അതോടൊപ്പം തന്നെ BJPക്കും വളരെ ശക്തിയുള്ള ചില പ്രദേശങ്ങൾ ഈ മണ്ഡലത്തിലുണ്ട്. പ്രത്യേകിച്ച് കർണാടകത്തോട് ചേർന്ന് നിൽക്കുന്ന മഞ്ചേശ്വരവും അതിനടുത്തുള്ള കാസർഗോഡ് അസംബ്ലി മണ്ഡലവുമാണ്. BJPയുടെ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ളതും വ്യക്തമല്ല. നേരത്തെ K. സുരേന്ദ്രൻ മത്സരിച്ചിരുന്ന സീറ്റാണ്. മിക്കവാറും കന്നഡ, തുളു ഭാഷാ ന്യൂനപക്ഷത്തിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി വരാനുള്ള സാധ്യതയുണ്ട്. BJP ജയിക്കാൻ വേണ്ടിയിട്ടല്ല എങ്കിൽ പോലും ജാമ്യസംഖ്യ തിരിച്ചു പിടിക്കാൻ വേണ്ടി മത്സരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സീറ്റാണ് കാസർഗോഡ്. അപ്പോൾ അവിടെ കിട്ടുന്ന വോട്ട് എന്ന് പറയുന്നത്, അവിടുത്തെ വോട്ടിൻ്റെ ശതമാനം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. പക്ഷേ അതിനപ്പുറത്ത് കാഞ്ഞങ്ങാട് മുതൽക്ക് തെക്കോട്ടര മണ്ഡലങ്ങളിൽ BJPക്ക് അത്ര തന്നെ ശക്തിയില്ല. പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലുള്ള 2 മണ്ഡലങ്ങളെ. അതുകൊണ്ട് BJPക്ക് ജയസാധ്യത വളരെ കുറവാണ്. തീരെ ഇല്ലെന്ന് തന്നെ പറയാം. പക്ഷേ അവർ പിടിക്കുന്ന വോട്ട് 2 മുന്നണികളെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിരിക്കും. അത് എവിടെ നിന്നായിരിക്കും കൂടുതൽ പിടിക്കുക എന്നുള്ളത് ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിധി നിർണ്ണയിക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.